ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ബിനോസ് ട്യൂട്ടോറിയൽസിൻ്റെ ഒരു പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ ചെറിയൊരു കാര്യം, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ +2 പഠനത്തിൻ്റെ ഭാഗമായിട്ട് C++ പ്രോഗ്രാമിംഗ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് മറ്റൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൂടി പഠിക്കണം, നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പഠിക്കുന്നത് പോലെ. അങ്ങനെയാണെങ്കിൽ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണ്? അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈത്തൺ എന്ന് പറയുന്നത്. പൈത്തൺ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. വേറൊരു കോൺസെപ്റ്റ് കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ പഠിച്ച കാര്യം നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ അതിനനുസരിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർസ്, അതിനനുസരിച്ചിട്ടുള്ള IDEs എല്ലാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ പൈത്തൺ ചെയ്ത് നോക്കാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഗൂഗിൾ കൊളാബ് ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് പൈത്തൻ്റെ പ്രോഗ്രാംസ് നമുക്ക് ചെയ്ത് പഠിക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഗൂഗിൾ കൊളാബ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിനിൽ ഗൂഗിൾ കൊളാബ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുക. ഇതിൽ ആദ്യം വരുന്ന ഓപ്ഷൻ വെൽക്കം ടു കൊളാബ് എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ കൊളാബ് നോട്ട്ബുക്കിൻ്റെ പുതിയൊരു പേജിലേക്കായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. ഈ നോട്ട്ബുക്കിൽ ഓൾറെഡി ഞാൻ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തു. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ന്യൂ നോട്ട്ബുക്ക് എന്ന ഇതിൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയ നോട്ട്ബുക്ക് ഓപ്ഷൻ നമുക്ക് വരുന്നതാണ്. സ്റ്റാർട്ട് കോഡിംഗ് ഓർ ജനറേറ്റ് വിത്ത് AI എന്നൊരു ഓപ്ഷൻ കണ്ടോ? ഇവിടെയാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാം, കോഡ്, ടെക്സ്റ്റ്. അതായത് കോഡ് ചെയ്യാം, കോഡിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഹെഡിങ് ആയിട്ട് ടെക്സ്റ്റ് മെസ്സേജസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പൈത്തണിലെ കോഡാണെങ്കിൽ 2 നമ്പേഴ്സ് ആഡ് ചെയ്യണം. വളരെ സിമ്പിളായിട്ട് 2 നമ്പേഴ്സ് പൈത്തണിൽ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, A = 2 എന്ന് നമ്മൾ കൊടുക്കുന്നു, ദെൻ B = 3. ഈ 2 നമ്പേഴ്സ് ആഡ് ചെയ്ത് സം എന്ന് പറയുന്ന ഒരു വേരിയബിളാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? സം = A + B. ദെൻ നമുക്ക് ഈ നമ്പർ എന്ത് ചെയ്യണം? അതിനുശേഷം നമുക്ക് ഈ സം എന്ന് പറയുന്നത് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി എന്താ കൊടുക്കേണ്ടത്? പ്രിൻറ്റ് ഓഫ് സം. ഇനി കോഡ് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, എന്താണ് ഔട്ട്പുട്ട് കാണുന്നത് നോക്കാം. 2 + 3 = 5 എന്ന് പറയുന്ന ആൻസർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പൈത്തൺ കോഡിങ് പഠിക്കാം. അതുപോലെ തന്നെ പൈത്തൺ കോഡ് ചെയ്ത് പഠിക്കാനായിട്ട് നമുക്ക് ഗൂഗിൾ കൊളാബ് നോട്ട്ബുക്ക് യൂസ് ചെയ്യാം. ഓൾറെഡി ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അറിയാത്തവരുണ്ടെങ്കിൽ അറിയാത്തവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്